ആയക്കാട് വേട്ടാമ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ പൈപ്പ് ലൈൻ തകരുന്നത് മൂലം കുടിവെള്ള വിതരണം മുടങ്ങുന്നു. ഇതുമൂലം വിവിധ ഭാഗങ്ങളിലുള്ളവർ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. റോഡിൽ നിന്നുള്ള പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ആയക്കാട് വേട്ടാമ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വീതി കൂട്ടലും കയറ്റങ്ങൾ കുറയ്ക്കലുമെല്ലാം നവീകരണത്തിന്റെ ഭാഗമായുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ വ്യാപകമായി പൈപ്പ് ലൈൻ തകർച്ചയുണ്ടാകുന്നുണ്ട്. ഇതുമൂലം വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണവും മുടങ്ങുന്നുണ്ട്. പൊട്ടുന്ന പൈപ്പ് ലൈൻ ഉടനടി അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാൻ വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ അരുൺ ആവശ്യപ്പെട്ടു. പൈപ്പ് ലൈൻ വേണ്ടത്ര താഴ്ത്താതെ സ്ഥാപിച്ചത് മൂലമാണ് പൊട്ടലിന് പ്രധാന കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 1 മീറ്റർ താഴ്ചയെങ്കിലും മിനിമം കുഴിക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിലവിൽ പല ഭാഗങ്ങളിലും 20 സെൻറ്റിമീറ്ററോളം മാത്രമാണ് പൈപ്പ് താന്നിട്ടുള്ളൂ. NHന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവർ റോഡിൻ്റെ സൈഡ് വൈഡനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴ്ത്തുമ്പോൾ 20 സെൻറ്റിമീറ്റർ താഴ്ത്തുമ്പോൾ തന്നെ പൈപ്പ് കാണാൻ പറ്റും. അപ്പോൾ തന്നെ പൈപ്പിൽ അവരുടെ മെഷീനറികൾ മൂലമുണ്ടാകുന്ന ഡാമേജ് മൂലം പൈപ്പുകൾ പൊട്ടുന്നു. അപ്പോൾ അവരുടെ ഒരു വർക്ക് നിലവിൽ 40 സെൻറ്റിമീറ്ററാണ് വൈഡനിങ്ങിൻ്റെ ലെങ്ത് വരുന്നതെങ്കിലും താഴ്ച വരുന്നതെങ്കിലും അവർക്ക് 20 സെൻറ്റിമീറ്റർ പൈപ്പ് കിടക്കുന്നതുകൊണ്ട് അവരുടെ വർക്ക് പോലും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏതാനും ദിവസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഇതോടെ പൊടിശല്യവും രൂക്ഷമായി. റോഡരികിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. യാത്രക്കാരും ദുരിതം അനുഭവിക്കുന്നുണ്ട്. റോഡ് നനയ്ക്കാതായതോടെയാണ് പൊടിശല്യം വർദ്ധിച്ചത്. ഇക്കാര്യത്തിലും പരിഹാരം കാണണമെന്ന് കെ അരുൺ ആവശ്യപ്പെട്ടു. പൊടിശല്യം രൂക്ഷമായതിനാൽ കുട്ടികൾക്കും കടകളിലുള്ളവർക്കും അതുപോലെ തന്നെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിൻ്റെ പരിസരത്ത് താമസിക്കുന്ന വീടുകൾക്കും ഈ പൊടിശല്യം വളരെ രൂക്ഷമായതുകൊണ്ട് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തിവെച്ചിരിക്കുന്ന പണി പുനരാരംഭിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകണം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.